ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത്. അവയുടെ കൂടുന്ന് തന്നെ ഇങ്ങനെ എൻകറേജ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ താല്പര്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും കൂടാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. എന്നിരുന്നാലും പ്രാർത്ഥിച്ച് ഏകദേശം ഈ ക്രിസ്മസ് വെക്കേഷൻ കണക്കാക്കിയിട്ടായിരിക്കണം ഡിസംബർ 26 തീയതി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു 2 ആഴ്ചത്തെ ഒരു ഗ്യാപ്പുണ്ട്. എക്സാമുകളിൽ ഇൻ ബിറ്റ്വീൻ എക്സാമുകളുടെ ഇടയിൽ എനിക്ക് 2 ആഴ്ചത്തെ ഗ്യാപ്പുണ്ട്. ഈ 2 ആഴ്ചത്തെ ഗ്യാപ്പിൽ ഞാൻ ആലോചിച്ചു, ഞാൻ വന്നോ വേണ്ടേ, ഈ 2 ആഴ്ചയിൽ 5 ദിവസം എൻ്റെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അത്രയും ദിവസത്തെ പഠനം പോവില്ലേ എന്ന് ചിന്തിച്ചപ്പോഴും പിന്നെ വിചാരിച്ചു ആ 5 ദിവസം ദൈവം നോക്കിക്കോളും എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പുറത്ത് ഞാനിവിടെ വന്നതാണ്. ഇവിടെ വന്നിടത്തോളം ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഒരുപാട് മനസ്സിനൊരു ഭയങ്കര പ്ലസൻ്റാണ്. അങ്ങനെയാണ് വന്നിട്ടുള്ള മാറ്റം. എനിക്കിപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് എനിക്കൊരു ടെൻഷൻ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഒരുപാട് റിലീവായിട്ടുണ്ട് പല കാര്യങ്ങളിൽ നിന്നും. എൻ്റെ മൈൻഡ് സ്ട്രെസ് ഫ്രീ ആണ്, ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അതിനിവിടെ സഹായിച്ച കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ക്ലാസ്സുകളുണ്ടായിരുന്നു, ഒരുപാട് ശുശ്രൂഷകളുണ്ടായിരുന്നു, ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള എക്സ്പീരിയൻസുകളുണ്ടായിരുന്നു. അബേഡിന് ഇവിടെ വരുമ്പോൾ ഇതിനു മുമ്പ് ഞാൻ അറ്റൻഡ് ചെയ്ത ധ്യാനങ്ങളെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മളുടെ ഉള്ളിൽ അങ്ങനെയായിരിക്കും. നമുക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് പുതിയൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവുക. പക്ഷേ അതിനെല്ലാത്തിനും അപ്പുറത്തേക്ക് അബേഡ് എന്താണ്, അല്ലെങ്കിൽ അബേഡിലൂടെ നമുക്ക് കിട്ടിയ ആ ഒരു ഗ്രേസ് എന്താണ് ഉള്ളത് നമുക്ക് ആ ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻ ബിറ്റ്വീൻ ഡേയ്സിൽ നമുക്കത് ക്ലിയറായി വരുള്ളൂ.